നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പോരാട്ട ചൂടിലേക്ക് കൂടുതൽ കടുക്കുകയാണ്. അതായത് ഏറ്റവും പ്രധാനമായും ഉള്ളത് ഇന്ന് അൻവർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. മുഖ്യമന്ത്രിക്കടക്കം മറുപടി നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് മാധ്യമങ്ങളെ കാണുന്നതെന്നാണ് അൻവർ ക്യാമ്പ് വിശദീകരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തിയപ്പോൾ ഒരു ചതിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് വന്നത്. അതേക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അത് നമ്മൾ നേരിടും എന്നതാണ് മുഖ്യമന്ത്രി പ്രവർത്തകരോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അൻവർ മാധ്യമങ്ങളെ കാണുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അൻവർ പ്രധാനമായും ഫോക്കസ് ചെയ്തിരുന്നത് UDF-നെയും പ്രതിപക്ഷ നേതാവിനെയുമായിരുന്നു. പക്ഷേ അൻവർ അവിടെ നിന്ന് വിടാനുണ്ടായിട്ടുള്ള പശ്ചാത്തലം, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ ഇന്ന് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുക. അതോടൊപ്പം LDF ക്യാമ്പ് ഈ ദിവസങ്ങളിലൊക്കെ ചെയ്തിരുന്നത് UDF-ലെ പ്രശ്നങ്ങൾ അത് കൂടുതലായി ഉന്നയിക്കുക, അത് പലതരത്തിലുണ്ടായിരുന്നു. മാത്രമല്ല അൻവർ നടത്തുന്ന നീക്കങ്ങൾ അത് UDF-നെ ബാധിക്കുമെന്നതാണ്, LDF-നെ കൂടുതൽ ബാധിക്കുമെന്നതാണ് LDF-ന്റെ വിലയിരുത്തൽ. അതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് LDF ക്യാമ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നത്. ഇന്ന് അൻവർ മുഖ്യമന്ത്രിക്കെതിരെയും അടക്കം കൂടുതൽ ആരോപണം ഉയർത്തിയാൽ LDF എന്തു മറുപടിയായിരിക്കും LDF ക്യാമ്പ് പറയുക എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും പോരാട്ട വീഥികളിൽ വലിയ തോതിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നണികൾ മുന്നേറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ 14 സ്ഥാനാർത്ഥികളാണ് ആകെ ചിത്രത്തിൽ. 25 നാമനിർദ്ദേശ പത്രികകൾ വന്നു. അതിൽ 7 എണ്ണം തള്ളി, 18 പത്രികകൾ അംഗീകരിച്ചു. ഈ 18 പത്രികകൾ എന്ന് പറയുമ്പോൾ അതിൽ ഡമ്മി സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവയുണ്ട്. അതുകൊണ്ട് തന്നെ 14 സ്ഥാനാർത്ഥികളായിട്ടാണ് കണക്കാക്കാൻ കഴിയുക. നാളെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. ഒരുപാട് അപ്രതീക്ഷിത നീക്കങ്ങൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വീണ്ടും ട്വിസ്റ്റുകൾ ഉണ്ടാകുമോ, ഇനി ഒരു ദിവസവും കൂടിയുണ്ട്, എന്തെങ്കിലും ഉണ്ടാകുമോ എന്നതും നിലമ്പൂരിൽ ചോദ്യം തന്നെയാണ്. എന്തായാലും നിർണായകമായിട്ടുള്ള പോരാട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഒട്ടനവധി രാഷ്ട്രീയ നീക്കങ്ങളും അതോടൊപ്പം തന്നെ മുന്നണികളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നേറുകയും ഒക്കെയാണ് ഇപ്പോൾ നിലമ്പൂരിൽ കാണാൻ കഴിയുന്നത്.